ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ്. നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം. പിക്ചറിൽ എന്തൊക്കെയാണുള്ളത്? നമ്മുടെ റോക്കി ഉണ്ട്. റോക്കി എന്താ ചെയ്യുന്നത്? റോക്കിൻ്റെ വായിൽ ബോണാണോ, എല്ലാണോ? അല്ല, റോക്കിൻ്റെ വായിൽ ഒരു ബ്രാഞ്ചിൻ്റെ പീസാണ്, ഒരു ഫാളൻ ബ്രാഞ്ചാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. കിയോ കിയോ, റോക്കി ഹേർഡ് എ സൗണ്ട്. ഹീ സോ ദ ചിക്സ് ലൈങ് ഓൺ ദ ഗ്രൗണ്ട്. He felt pity for them and walked towards the nest. The chicks were drenched in the rain. Kio kio, their cry became louder. They were shivering. Don't worry, dears, Rocky consoled them. Help me, Rocky heard a cry. He turned towards the sound. He saw the mother crow caught under a fallen branch. His heart melted. Rocky tried to move the branch. It was heavy. He pulled it with all his strength. Finally, he was able to move it and saw the crow. The crow's eyes welled up. She looked at Rocky with gratitude. "Take care," said Rocky and walked away. ഇനി നമുക്കിതിൻ്റെ മീനിങ് ഒന്ന് പറഞ്ഞു നോക്കാം. കിയോ കിയോ, റോക്കി ഹേർഡ് എ സൗണ്ട്. കിയോ കിയോ എന്ന് പറഞ്ഞാൽ റോക്കി ഒരു സൗണ്ട് കേട്ടു. ഹീ സോ ദ ചിക്സ് ലൈങ് ഓൺ ദ ഗ്രൗണ്ട്. അവൻ നോക്കിയപ്പോൾ ആ കാക്ക കുഞ്ഞുങ്ങളെല്ലാം ഗ്രൗണ്ടിൽ കിടക്കുന്നത് കണ്ടു. ഹീ ഫെൽറ്റ് പിറ്റി ഫോർ ദം. അവരെ കണ്ടപ്പോൾ അവന് പാവം തോന്നി. ആൻഡ് വാക്ക് ടുവേർഡ്സ് ദ നെസ്റ്റ്. എന്നിട്ട് അവൻ ആ കൂടിൻ്റെ നേരെ നടന്നു നീങ്ങി. ദ ചിക്സ് വേർ ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ. ആ കുഞ്ഞുങ്ങളെല്ലാം മഴയത്ത് കുതിർന്ന് കിടക്കുകയായിരുന്നു. കിയോ കിയോ, ദെയർ ക്രൈ ബിക്കെയിം ലൗഡർ. കിയോ കിയോ എന്ന് പറഞ്ഞാൽ അവരുടെ കരച്ചിൽ ഉറക്കെ ഒച്ചത്തിലായി തുടങ്ങി. ദേ വേർ ഷിവറിങ്. അവർ വിറയ്ക്കുകയായിരുന്നു. "ഡോണ്ട് വെറി ഡിയേഴ്സ്," റോക്കി കൺസോൾഡ് ദം. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട, റോക്കി അവരെ സമാധാനിപ്പിച്ചു. ഹെൽപ്പ് മീ, റോക്കി ഹേർഡ് എ ക്രൈ. ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് റോക്കി ഒരു കരച്ചിൽ കേട്ടു. ഹീ ടേൺ ടുവേർഡ്സ് ദ സൗണ്ട്. അവൻ അവരുടെ നേരെ തിരിഞ്ഞു. ഹീ സോ ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച്. അവൻ നോക്കിയപ്പോൾ ആ അമ്മ കാക്ക ഒരു വീണ് കിടക്കുന്ന മരത്തിൻ്റെ താഴത്ത് പെട്ടുകിടക്കുകയായിരുന്നു. ഹിസ് ഹാർട്ട് മെൽറ്റഡ്. അവൻ്റെ ഹൃദയം അലിഞ്ഞു. റോക്കി ട്രൈഡ് ടു മൂവ് ദ ബ്രാഞ്ച്. ഇറ്റ് വാസ് ഹെവി. റോക്കി ആ വീണ് കിടക്കുന്ന മരത്തിൻ്റെ ചില്ല മാറ്റാൻ നോക്കി. ഇറ്റ് വാസ് ഹെവി. അത് വളരെയധികം കനമുള്ളതായിരുന്നു. ഹീ പുൾഡ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അവൻ്റെ ശക്തിയെല്ലാം ഉപയോഗിച്ച് അത് മാറ്റാൻ നോക്കി. ഫൈനലി he was able to move it and save the crow. അവസാനം അവനത് മാറ്റാനും സാധിച്ചു, അതുപോലെ അവൻ ആ ക്രോനെ രക്ഷിക്കാനും സാധിച്ചു. The crow's eyes welled up. ആ ക്രോൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞു. She looked at Rocky with gratitude. ആ കാക്ക അവളുടെ സകല നന്ദിയോടുകൂടി റോക്കിയെ നോക്കി. Take care, said Rocky and walked away. സൂക്ഷിക്കൂ, ഇനിയെങ്കിലും സൂക്ഷിക്കൂ എന്ന് പറഞ്ഞ് റോക്കി നടന്നു നീങ്ങി. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ഇൻ റോക്കീസ് പ്ലേസ്? നിങ്ങളായിരുന്നു ഈ കഥയിൽ റോക്കിയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? പറഞ്ഞേ, നിങ്ങളും ഈ കുഞ്ഞിനെ രക്ഷിക്കില്ലേ? അപ്പോൾ നമുക്ക് പറയാം, ഐ വിൽ ആൾസോ ഹെൽപ്പ് ദ ചിക്സ് ആൻഡ് ദ മദർ ക്രോ. ഐ വിൽ സേവ് ദം. ഐ വിൽ ഹെൽപ്പ് ദം എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് ആക്ടിവിറ്റി നമ്പർ 4 നോക്കാം. സം പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ഇൻ കോളം എ. മാച്ച് ദം വിത്ത് ദ ഇവൻറ്റ്സ് ഇൻ കോളം ബി. ഇവിടെ നമ്മുടെ സ്റ്റോറിയിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവൻറ്റ്സിനെ ബന്ധപ്പെട്ട കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ ബന്ധപ്പെട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് കോളം ബിയിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളത് മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ആൽഫബറ്റ് എയിലെ പിക്ചർ നോക്കിയേ. എന്താണിത്? നെസ്റ്റ് താഴെ വീണ് കിടക്കുന്നു.
ആൽഫബറ്റ് ബി നോക്കിയേ, നമ്മുടെ റോക്കി ഒരു ബ്രാഞ്ച് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ആൽഫബറ്റ് സി നോക്കൂ, ആ മരച്ചില്ലയുടെ താഴെ നമ്മുടെ അമ്മ കാക്ക മദർ ക്രോ പെട്ട് കിടക്കുകയാണ്. ആൽഫബറ്റ് ഡി ആണെങ്കിലോ ദാ മരച്ചില്ല പൊട്ടി വീഴുന്നു. നമുക്ക് കോളം ബി നോക്കാം. ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച്. ദ നെസ്റ്റ് ഫെൽ ഡൗൺ. The branch of the tree broke in the wind. Rocky saved the crow. The crow got caught under a fallen branch എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുന്ന ഒരു മരച്ചില്ലയുടെ താഴെ പെട്ട് കിടക്കുകയാണ് ക്രോ. അതേതാണ്? ഓപ്ഷൻ സി അല്ലേ? അതുപോലെ ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങളൊന്ന് നോക്കിയേ. ഇതാ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. ദ നെസ്റ്റ് ഫെൽ ഡൗൺ. ഓക്കെ, ആൽഫബറ്റ് എയിൽ എന്താ? ആ നെസ്റ്റ് താഴെ കിടക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ നേരെ എ എന്ന് എഴുതാം. അതുപോലെ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. ഓക്കെ, ട്രീയുടെ ബ്രാഞ്ച് പൊട്ടി വീഴുന്നത് കണ്ടില്ലേ? ഓപ്ഷൻ ഡി. റോക്കി സേവ്ഡ് ദ മദർ ക്രോ. റോക്കി ആ അമ്മ കാക്കയെ രക്ഷിക്കുന്നു. ബി ആണ് അതിൻ്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എല്ലാവരും നോക്കിയേ. നമുക്കിനി ആക്ടിവിറ്റി നമ്പർ 5 നോക്കാം. ഡയലോഗ്സ് ഓഫ് സം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. ഇവിടെ കുറച്ച് ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഡയലോഗ്സ് ആര് പറയുന്നതെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് ഡയലോഗ് ഒന്ന് വായിച്ചു നോക്കിയാലോ. പ്ലീസ് ഡോൺ ഇറിറ്റേറ്റ് മീ. പ്ലീസ് എന്നെ ശല്യം ചെയ്യല്ലേ. രണ്ടാമത്തെ ഡയലോഗ് ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂരൽ. ലീവ് മീ, ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ വിടൂ, ഞാൻ ആ സ്ക്യൂരലിനെ പിടിക്കട്ടെ. നെക്സ്റ്റ് ഡയലോഗ് ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. ആദ്യത്തെ ഡയലോഗ് പറയുന്ന ആരാ? ഫസ്റ്റ് റോക്കി ദ പപ്പി എന്ന് പറഞ്ഞ യൂണിറ്റിലുണ്ടായിരുന്ന ഡയലോഗായിരുന്നു ഇത്. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ, അത് നമ്മുടെ റോക്കി പറയുന്നതാണ്. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂരൽ, ഇതാര് പറയുന്ന? എന്നെ വിടൂ, ഞാൻ ആ അണ്ണനെ പിടിക്കട്ടെ. ക്യാറ്റ് പറയുന്ന ഡയലോഗാണിത്. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, അതാ മരച്ചില്ലയുടെ താഴെ പെട്ട് കിടക്കുന്ന സമയത്ത് കാക്ക പറയുന്ന ഡയലോഗാണ് ഇത്. എല്ലാവർക്കും മനസ്സിലായില്ലേ?